ഒരാളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്നത് അയാളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം ലഭിക്കുന്നത് എന്നുള്ള രീതിയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? പലരും എന്നോട് വിമർശിച്ചു, എന്തിനായിരുന്നു ഒമറിന്റെ ആ പടം ചെയ്ത് എന്ന് ചോദിക്കുന്ന, എനിക്ക് ഒട്ടും കുറ്റബോധമില്ലാതെ തന്നെ ഇന്നും പലരും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നല്ല സമയം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്നല്ല, പരാജയപ്പെട്ട സിനിമകളുടെ ഒന്ന് മാത്രം. ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലാതെ തന്നെ സമൂഹത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യവും നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പം നടന്മാരെയാണ് അല്ലെങ്കിൽ കൂടുതലും കേൾക്കാറുള്ള സിനിമയിൽ അഭിനയിക്കുന്ന നടികളെ ആയിരിക്കും കുറച്ചുകൂടി മോശം പേരായിട്ട് നമ്മൾ കാണാറുള്ളത്, അല്ലെങ്കിൽ ആളുകൾ പറയാറുള്ളത്. അങ്ങനെ ഇർഷാദക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആ ഒരു കാറ്റഗറീനെ മാത്രം ഇങ്ങനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പം കൂടുതൽ മോശം പേര് കേൾക്കാൻ സാധ്യതയുള്ളത്, മോശം പേര് എന്ന് പറഞ്ഞാൽ അതായത് അവര് നല്ല നടപ്പുള്ള ആളുകളല്ല എന്നുള്ള രീതിയിലാണ് കുറേ ആളുകൾ. ഇപ്പം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവുന്നു വിചാരിക്കണം, ഒരു കുട്ടി, ഒരു ഇന്റർവ്യൂവർ ചോദിച്ചതാണ് ഒരു നടീനടുത്ത്, കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം ലഭിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് അവരുടെ വായിന്ന് മുതിരുന്നതും പോലും അങ്ങനെ അവരോട് ചോദിച്ചാൽ കുഴപ്പമില്ല, അവരോട് എന്തും ചോദിക്കാം എന്നുള്ള രീതിയിലൊക്കെ, അതായത് മോശം പേര് നമുക്ക് മുദ്ര കുത്തപ്പെടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ സിനിമയിലുള്ള ആളുകൾ, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്? അങ്ങനെ ഞാൻ പറയും, ഈ പുതിയ തലമുറ എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം? ഒരാളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്നത് അയാളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചപ്പോൾ 3000 കഴിഞ്ഞു എന്നൊക്കെ പറയും, അത്ര കണക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ പറയും. അതിൽ അത്ര ലാഘവത്തോടെ കാണേണ്ട കാര്യമാണ്. പക്ഷേ പുതിയ തലമുറ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരാളുടെ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഒരാളുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സ്നേഹം പങ്കുവെക്കുകയോ ശരീരം പങ്കുവെക്കുകയോ അതൊക്കെ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിനെത്ര പർവ്വതീവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അതൊരു മോശം പ്രവണതയാണെന്നാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ അത് ഒരാളോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കത് അറിയില്ല. അങ്ങനെയൊക്കെ സിനിമയിൽ വേറെ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ കാലങ്ങളായിട്ട് സിനിമ ഉള്ള കാലത്ത് കേൾക്കുന്നൊരു കാര്യമാണ്. അതെ, അത് ഇന്ന് തുടങ്ങിയതല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. പലരും ഇന്ന് തുറന്നു പറയാൻ തയ്യാറാവുന്നു. അന്നാരും ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അത് വലിയ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ ഒരുപാട് പരാതികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് പുറത്തുവിട്ടാൽ ചിലപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലരുടെയും പല ബിംബങ്ങളും കൊഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. പക്ഷെ കുറച്ചുകൂടി മാന്യതയോടെ വെച്ചാൽ പണ്ടൊരു പത്രപ്രവർത്തകൻ, ഇപ്പോൾ ബാലേന്ദ്രമേനോൻ സാറ് പത്രപ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ നെടുമുടി വേണുചേട്ടൻ പത്രപ്രവർത്തകനായിരുന്നു. ഇന്ന് പേനെടുത്തവരൊക്കെ എഴുത്തുകാരായതുപോലെ തന്നെ ഒരു ഫോണും അല്ലെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ എല്ലാവരും മീഡിയക്കാരായി മാറുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, പണ്ട് ദൂരദർശനിൽ വാർത്ത കേട്ടുകൊണ്ടിരുന്ന കാലത്തല്ല ഇപ്പം നമ്മളുള്ളത്. എന്തോരം വാർത്താ ചാനലുകളുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വാർത്തയെയും എങ്ങനെ അവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ 2 ക്യാമറയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഒരു ചാനൽ തുടങ്ങാം, യൂട്യൂബ്. അപ്പോൾ അതിൻ്റെ അതിപ്രസരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇത്തരം ചോദ്യങ്ങളാണ്. ഒരു പക്വതയില്ല. പത്രപ്രവർത്തനം പഠിച്ചിട്ടൊന്നുമല്ലല്ലോ ഇവർ വരുന്നത്. പണ്ട് മീഡിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ജേർണലിസം പഠിച്ചു വരുന്ന ആളുകളാണ്. ഇന്ന് ജേർണലിസം ഒന്നും വേണ്ട. ഇന്ന് ആദ്യം എങ്ങനെ കുസൃതി ചോദ്യം എങ്ങനെ വൈറലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്ത. അതിനോട് ഒരു തരത്തിൽ യോജിക്കാത്ത ഒരാളാണ് ഞാൻ. അതിന് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഒരു പാത്രമാകുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ അതിന് ഗോസിപ്പുകളൊക്കെ വരാറുണ്ടല്ലോ. അതിന് നിന്നു കൊടുക്കാതിരിക്കുക. നമ്മൾ ആരോട് സംസാരിക്കുന്നു, എല്ലാവരോടും നമ്മൾ പോയി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആളുകൾ ഇത്തരം സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളും പോപ്പുലർ ആവുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു വേറെ കുറേ രസകരമായ ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറയും. നെഗറ്റീവിലൂടെയും പോപ്പുലർ ആവുമല്ലോ. ഒരാളെ ഇപ്പോൾ കഴിഞ്ഞ
ഞാനൊരു വാർത്ത കേട്ടത് വെച്ചാൽ തൃശ്ശൂർ ഒരു പയ്യൻ ഒരാളെ കൊന്നു. പോലീസ് പിടിച്ച് കീഴടങ്ങിയപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ എനിക്ക് പോപ്പുലർ ആകാൻ വേണ്ടി ചെയ്തത്, സാർ എന്താ വേണ്ടി ചെയ്തോ. ഇങ്ങനെയും ആളുകളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളർത്തവരും വെളിച്ചപ്പെടാവുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങളും ഒക്കെ മീഡിയാസിൽ നിന്ന് ഉണ്ടാവുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് നാള് ഇപ്പൊ പാഠമൊന്ന് വിലാപം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇർഷാദൊക്കെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കൂടുതലും സീരിയലുകളിൽ ഇർഷാദൊക്കെ ഗ്യാപ്പ് ഇട്ടതല്ലേ എന്നെ ആരും വിളിക്കാതെ. അപ്പൊ ഒരു കൊല്ലം ഞാൻ വെറുതെ ഇരുന്നു. അപ്പൊ ആ സമയമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ, നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ആരെങ്കിലും. ഈ സമയം വരെ പ്രതീക്ഷയാണ്, ആ സമയത്തൊന്നുമല്ല. എല്ലാ കാലത്തും പ്രതീക്ഷകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിനിമ അങ്ങനെയാണ്. ഇന്ന് വന്ന് അഭിനയിച്ച് നാളെ സൂപ്പർ സ്റ്റാറായി, മറ്റന്നാൾ മെഗാ സ്റ്റാറായി, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ താരമാവുക എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടുക, അവിടെ നിലനിൽക്കുക. എത്തിപ്പെടാൻ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് എത്തിപ്പെടാനൊക്കെ പറ്റും. ഇഷ്ടംപോലെ സാധ്യതകളാണ്. ഒരു സിനിമയിൽ 10 വരുന്ന പുതിയ ആൾക്കാർ വന്ന് ഈ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത്. ഞാൻ 28 കൊല്ലമായി. അപ്പോൾ ഞാനിപ്പോഴും സിനിമ കൊണ്ട് തന്നെ ജീവിക്കുന്നത്. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സീരിയൽസിൽ കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതായത് സിനിമയെക്കാട്ടിലും കുറച്ചുകൂടി സീരിയൽസിൽ അക്സെപ്റ്റൻസ് കൂടുതലാണ്. കാരണം കുടുംബ പ്രേക്ഷകർ കൂടുതലും കാണുന്നത് സീരിയൽസ് ആയിരുന്നു പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. കുറച്ച് സീരിയൽ ഞാൻ പാഠമൊന്നൊരു വിലാപം അല്ല ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമ തുടങ്ങിയ ശേഷം ഞാൻ സീരിയലിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ 1-2 നല്ല ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യും. സീരിയലല്ല, ഇപ്പം അടുത്ത് ഞാനൊരു കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ചെയ്തൊരു ഷോർട്ട് ഫിലിമുണ്ട്. ഇന്നലെ അതിൻ്റെ പൊടിവാശി എന്ന് പറയുന്നത് ഒരു പുതിയ പിള്ളേരാണ്. അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് സിനിമയാണ് താല്പര്യം. അപ്പോൾ കഥ പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ഇതൊരു 40-45 മിനിറ്റിൽ കൂടുതലൊന്നും പറ്റൂല, നമുക്ക് സിനിമ ചെയ്യണം, അപ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. സീരിയൽ ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തും. പക്ഷെ സിനിമയും സീരിയലും രണ്ട് മീഡിയനും. നാടകം വേറെ തന്നെയാണെന്ന് പറയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ സീരിയലിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് തൽക്കാലമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ നായകനായിട്ടല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു എന്താ പറയുക, ഒരു നായകനാകുക എന്ന് പറയുമ്പോഴത്തേനും അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പടം വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ, അത് എല്ലാ പടങ്ങളും വിജയിപ്പിക്കണം എന്നുണ്ട് എന്നുണ്ടെങ്കിലും നായകനാകുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുതലാണല്ലോ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ഹെവിനെസ് തോന്നിയിട്ടുണ്ടോ മൈൻഡിൽ? നമുക്ക് നായകനാവുക എന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയും നല്ല സമയം എന്ന് പറയും, ചിത്രമല്ലേ കഥ അല്ലേ? നല്ല സമയം പോലും നമുക്ക് പ്രതീക്ഷയുള്ള സിനിമയെ മീൻസ് അങ്ങനെ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല, എന്നാലും ചെറിയ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്ന സിനിമയാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ സിനിമ ചെയ്തത്. പക്ഷെ ആ സിനിമ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഞാൻ ഇന്നും എനിക്ക് സാമിയേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറയാൻ സാമിയേട്ടനെ എൻ്റെ മാക്സിമത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നും എൻ്റെ പലരും അതിലെ ക്ലിപ്പിങ്സുകളൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് നായകനാവുന്നു, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നു എന്നൊക്കെ പറയാൻ. പക്ഷെ ഇതിൻ്റെ വേറെ ഘടകം വെച്ചാൽ തിയേറ്ററിലേക്ക് ആളെത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതെ, അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് ചിലർക്ക് ഒരു സിനിമ കൊണ്ടൊക്കെ പറ്റും, ചിലർക്ക് കാലങ്ങൾ എടുത്തിട്ട് നടക്കുന്നൊരു കാര്യമാണ് അത്. അപ്പോൾ നമ്മളൊരു വിശ്വാസമുണ്ട്, അപ്പോൾ ഇയാൾ ചെയ്യുന്നൊരു സിനിമ രസമുള്ളതാവും എന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുമ്പോഴാണ് ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത്. അതൊരു രസമുള്ള ക്യാരക്ടറാണ്. അത് ഋഷാദിക്കയുടെ വേറൊരു വേർഷനായിരുന്നു അതിൻ്റെ അകത്ത്. അതെ, എനിക്കത് ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോഴും പലരും എന്നോട് വിമർശിച്ചു, എന്തിനായിരുന്നു ഒമറിൻ്റെ ആ പടം ചെയ്തത് എന്ന് ചോദിക്കുന്ന. എനിക്ക് ഒട്ടും കുറ്റബോധമില്ലാതെ തന്നെ ഇന്നും പലരും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കാരണം നമ്മളെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ TV ചന്ദ്രൻ്റെ സിനിമയിൽ, പ്രിയന്തൻ്റെ സിനിമകളിൽ, എന്നിട്ട് ഞാൻ ഒമറിൻ്റെ ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റാണ്, ചങ്സ് സൂപ്പർ ഹിറ്റാണ്. അത് കാണാത്തത്. പിന്നെ നല്ല സമയം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്നല്ല, പരാജയപ്പെട്ട സിനിമകളുടെ ഒന്ന് മാത്രം. ഇർഷാദിന്റെ പരാജയപ്പെട്ട സിനിമ, ഇർഷാദ് അതിന് മുമ്പ് ചെയ്ത ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങളിങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒമറിനെ അയാൾക്കൊരു കാഴ്ചയുണ്ട്, അയാളുടെ സിനിമ എല്ലാവർക്കും എല്ലാവരും വലിയ സിനിമക്കാരാകുമ്പോൾ ഓരോരുത്തരുടെ ഓരോ കാഴ്ചകളുണ്ട്. ആ രീതിയിലുള്ള ഒരു സിനിമ പറയും. നമ്മൾ ചെയ്യുന്നത് എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടമായി, ഞാനത് ചെയ്തു, അത്ര.
ഇപ്പോൾ ഒരുപാട് വേഷങ്ങൾ ഇർഷാദൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടികളും എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഒരു 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 കോമഡി കലർന്ന ആ ഒരു വേഷം അത് വേറെ തന്നെ ഒരു വൈബായിരുന്നു. ആ ഒരു സമയത്ത് ഇർഷാദക്ക് ആ ഒരു വേഷം ഏറ്റെടുക്കുമ്പോഴേക്കും ഇർഷാദക്ക് എന്തൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു? ചെക്കമണി എന്ന് പറയുന്ന കഥാപാത്രം എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ഒരു ഇത്രയും ഹ്യൂമർ സാധ്യതകളുള്ളൊരു കോമഡിയാണെന്നുള്ളത് പറയുന്നില്ല. ആ സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുകയോ ഷൂട്ട് തുടങ്ങിയ ശേഷം നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ഇത് മുഴുവൻ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് തരുന്നത്. അതിന് മുമ്പ് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കഥാപാത്രം നമുക്ക് ലാൽ ജോസിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അതും ചാക്കോച്ചൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ത്രൂ ഔട്ട് വേഷം കുറേ ദിവസങ്ങൾ വേണം. അപ്പോൾ അതിലപ്പുറത്തേക്ക് നമ്മളൊന്നും ആലോചിക്കുന്നില്ല. ഇത് എന്തെൻ്റെ വേഷം, ഡയലോഗ്, സ്ക്രിപ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇതൊരു പക്ക ഹ്യൂമർ ക്യാരക്ടറാണ്. മണ്ടന്മാരായ കുറേ ഗുണ്ടകളാണ് 3 പേരും എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ അന്ന് ജിമ്മിനൊക്കെ പോയിട്ട് ഇങ്ങനെ ബോഡി സെറ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ ലാലു സാർ പറഞ്ഞു ഇതൊന്നും വേണ്ട, തിന്ന് തൊടിയന്മാരായി പോലെ ഇങ്ങനെ ബൾക്കായിട്ടിരിക്കണം ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നല്ല ഫുഡ് അടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടൊരു ക്യാരക്ടർ. എന്നുവെച്ചാൽ അതിൻ്റെ ഷൂട്ടിങ് തന്നെ ഭയങ്കര ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ള കുട്ടനാടായിരുന്നു മൊത്തം. ഇപ്പൊ ഈ ഉള്ളൊഴുക്കൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? അതിനെ പോലെ അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു വെള്ളം, നല്ല മഴ. അവിടെ ചില ദിവസങ്ങളിൽ 6 മണിക്ക് 7 മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ റൂമിലെത്തുന്നത് 10 മണിക്കാവും. വെയിലേറ്റം ഒക്കെ അങ്ങനെ ബോട്ടൊന്നും സഞ്ചരിക്കാൻ പറ്റാണ്ട് നമ്മൾ ലൊക്കേഷനിൽ തന്നെ നിൽക്കും. പിന്നെ വെള്ളം പൊന്തിയിട്ട് നമ്മളിങ്ങനെ വീടിന്റെ മുറ്റത്തൊക്കെ ഭയങ്കര ടാങ്ക് വരെ പൊന്തുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ട്. അതിലൂടെ നമ്മൾ നടന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. ഹ്യൂമർ അന്ന് വരെ എനിക്ക് ഹ്യൂമർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ലാലു സാറിനാണ്. ലാലു സാർ സിന്ധുരാജൊക്കെ കൂടിയിട്ട് അത് വളരെ നമ്മളെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുകയായിരുന്നു. പിന്നെ കൂടെയുള്ള ഇപ്പോൾ സുരാജ് ആയാലും വേണ്ടില്ല, ഹരീഷ് അശോകൻ ചേട്ടനായാലും വേണ്ടില്ല, ഇവരൊക്കെ നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. നല്ല എൻജോയ് ചെയ്തിട്ട് വർക്ക് ആയിരുന്നു ശരിക്കും പറയാം. ഇർഷാദക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ മനസ്സിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതാന്ന് വെച്ചാൽ ഇർഷാദക്ക് ഏത് ക്യാരക്ടറിന്റെ പേരാ പറയാ? പുള്ളിപ്പുലികളുടെ വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭക്തജനങ്ങളുടെ മരുതപുരം വിശ്വൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് അതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അയാൾ ആ ക്യാരക്ടർ കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ. അപ്പം പേഴ്സണലായിട്ട് എൻ്റെ കുറേ സാധനങ്ങളുള്ള ഒരു കഥാപാത്രം കൂടിയാണ്. വിശ്വൻ ഒരു സാധാ ക്ലർക്കാണ്, വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനാണ്. പിന്നെ അനുരാഗക്കരിക്കും വെള്ളത്തിലെ പോലീസ് ഓഫീസർ. അതെനിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം തണ്ണീർമത്തൻ ദിനങ്ങളിലെ പ്രിൻസിപ്പാളിനോട് ഇഷ്ടം. ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ, ഇപ്പം ഞാൻ ഇഷ്ടത്തോടെയാണ് ഒരുപാട് എല്ലാ വേഷങ്ങളും ചെയ്യുന്നതെങ്കിലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അവർക്കത് വർക്കാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി സന്തോഷം തരുന്നത് എന്നുള്ളതാണ് കാര്യം. സിനിമ ഇപ്പോൾ ദൃശ്യത്തിലെ പോലീസ് വേഷം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടതാവുന്നതെന്ന് പറയുന്നാൽ ഇതൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതാണ്. എല്ലാ വേഷങ്ങളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷെ പ്രേക്ഷകരും കൂടി അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറുന്നു.